നമ്മളെ നാടൻ പേരക്ക അതങ്ങ് പുരയിൽ ഉണ്ടായിട്ട് ചന്ദ്രേട്ടൻ പറിച്ചുണ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമ്മളെ പേരക്ക. അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് തിന്നു. എന്തോ ഭാഗ്യത്തിന് കിളികളൊന്നും കാണാണ്ട് കിട്ടിയതാണ്. എനിക്ക് ഈ പേരക്ക കാണുമ്പോൾ ഒരു ഓർമ്മ വരുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അമ്മൂനെയും കൊണ്ട് ആദ്യമായിട്ട് മധുരയിൽ പോന്നതാണ് 1999 ഏപ്രിൽ മാസം. എന്നാൽ ഞങ്ങൾ ആദ്യമായിട്ട് മോളെയും കൊണ്ട് മധുരയിൽ പോന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം ആദ്യമായിട്ടല്ലേ, അവങ്ങനെ എവിടെയും ഇത്ര ദൂരെയൊന്നും പോയിക്കില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നു പുയ്യാപ്പിള പുയ്യാപ്പിളന്ന് ട്രെയിനിൽ നിന്നാണേ. ഞാൻ ചന്ദ്രനോട് ചായ തിന്നാ പുയ്യാപ്പിള, അന്നേരം എന്നോടാണ് പുയ്യാപ്പിളയല്ല കൊയ്യാപ്പിള. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തിന്നാ കൊയ്യാപ്പിളോ, ഞാൻ ഇതൊരു കേട്ടിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു സാധനം ഇനി ഞാൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ഒന്ന് കിട്ടിയിട്ടുണ്ട്, തിന്നുന്ന സാധനമല്ല, ഒന്ന് കിട്ടിയിട്ട് ഞാനും തിന്നു. എനിക്കൊന്നും തിന്നുവാനാവില്ലേ അത്. ഞാൻ പറഞ്ഞു ഞാൻ തിന്നു, നിങ്ങൾ വാങ്ങിക്കാം. എനക്കൊന്നും വേണ്ട, ഇനി തിന്നല്ലേ, വാങ്ങിയാലും ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിയാൽ നോക്കും. എൻ്റെ മക്കളെ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരണ്ടേ. ഇത്തിയിലുണ്ട് പേരക്കല്ലേ കൊയ്യാപ്പളെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന്. എവിടുന്നാണ് ഈ പൊള്ളാച്ചിന്നോ എവിടുന്നാറ്റാ വാങ്ങി. മധുരയിലെത്തിട്ട് തിരിച്ചു അവിടെ വരുന്നവരെ പേരക്ക അത് കൃതിക്കുന്നത് തിന്നിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ്, നമ്മളെപ്പോലെ ഇങ്ങനെ കട്ടിയില്ല, നല്ലൊരു വാഴേൻ്റെ ഇരുളയില്ല, അങ്ങനത്തെ ഒരു നല്ല അതുപോലെ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് പോലും പാടില്ല, നല്ലൊരു ടേസ്റ്റുള്ള പേരക്ക. കഴിക്കുമ്പോൾ പേരക്കയുടെ കണ്ടത് എത്ര കൊല്ലായത്. പിന്നെ ഇപ്പം എത്രയോ പ്രാവശ്യം പോയേ. പക്ഷെ അന്നത്തെ ഒരു ആകാംക്ഷ, മോളെ കണ്ണിൻ്റെ അത് പ്രശ്നം, കണ്ണ് രണ്ടും കാണൂലെങ്കിൽ മധുരയിൽ പോയാലും അതൊക്കെ ഒരു ഇത് കിട്ടുമെന്ന് ഡോക്ടർ എഴുതി തന്നിട്ട് പോന്നാം. വലിയൊരു പ്രശ്നമുണ്ട്, റിസർവേഷൻ ചെയ്തിട്ടില്ല. ഞാനും ചന്ദ്രേട്ടനും ചന്ദ്രേട്ടൻ അനിയനും ബിജു നാളെ 3 നാളാണ് പോന്നെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷം. ഈ പേരക്കേൻ്റെ സുഖത്തിൽ പാലി നിൽക്കുന്ന ദുഃഖത്തിൽ പാലി സുഖമൊന്നുമില്ല, അതുപോലെ ഒരു സംഭവം പേരക്കേടെ കണ്ടത്. അതുങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചാൽ ശരി, ഞാൻ ഇത് തിന്നട്ടെ.